ഹോട്ടൽ ഹിൽട്ടണോട് വിട. ഇനി ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ ബ്രസൽസിലേക്ക്. ഏകദേശം 285 കിലോമീറ്റർ ദൂരമുണ്ട് ബ്രസൽസിലേക്ക്. ഫ്രാൻസ്, നെതർലൻഡ്സ്, ജർമ്മനി, ലക്സംബർഗ് ഇവയാണ് ബെൽജിയത്തിൻ്റെ നെയ്ബറിംഗ് കൺട്രീസ്. അതായത് ഈ കൺട്രീസിൻ്റെ എല്ലാം നടുവിലായിട്ടാണ് ബെൽജിയം വരുന്നത്. ഇന്ത്യയെ പോലെ തന്നെ ശക്തമായ നോർത്ത് സൗത്ത് റീജിയണലിസം കാണപ്പെടുന്ന ഒരു കൺട്രിയാണ് ബെൽജിയം. അത് ഭാഷയുടെ പേരിലാണെന്ന് മാത്രം. നെതർലൻഡ്സ് ബോർഡർ ചെയ്യുന്ന നോർത്ത് റീജിയനിൽ ആളുകൾ സംസാരിക്കുന്നത് ഡച്ചും, ഫ്രാൻസ് ബോർഡർ ചെയ്യുന്ന സൗത്ത് റീജിയനിൽ ആളുകൾ സംസാരിക്കുന്നത് ഫ്രഞ്ചുമാണ്. ഔദ്യോഗിക ഭാഷ ഡച്ച്, ഫ്രഞ്ച്, ജർമ്മൻ. നമ്മളിപ്പോൾ ബെൽജിയത്തിലേക്ക് കടന്നു. ഞങ്ങളുടെ ഗൈഡ് പറയുന്നത് ബെൽജിയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്ന വ്യത്യാസം സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രസൻസ് ആണ്. ഫ്രാൻസിൽ അത് വളരെ കുറവാണ്. ബെൽജിയത്തിൻ്റെ നെയ്ബറിംഗ് കൺട്രീസാണ് ഈ കാണുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് പ്രോവിൻസുകളായിട്ടാണ് ബെൽജിയത്തെ തിരിച്ചിട്ടുള്ളത്. കൂടാതെ 3 റീജിയനായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ. യൂറോപ്യൻ യൂണിയൻ്റെയും നാറ്റോയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. ബെൽജിയം അതിൻ്റെ ചോക്ലേറ്റ്സ്, വേഫിൾസ്, ബീർ ഇതിനെല്ലാം ലോക പ്രശസ്തമാണ്. കൂടാതെ എല്ലാവരും കൊതിക്കുന്ന ഫാബുലസ് കുസീൻസ്. ബ്രസൽസ് എത്തിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോട് അടുത്തിരിക്കുന്നു. ബ്രസൽസിൽ നമുക്ക് ഒരു സിറ്റി ടൂറുണ്ട്. കൂടാതെ അറ്റോമിയം എന്നൊരു മോണിമെൻറ്റും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ബ്രസൽസിലെ ഞങ്ങളുടെ ആദ്യത്തെ വിസിറ്റ് ദ റോയൽ സെയിൻറ്റ് ഹബേർട്ട് ഗാലറി എന്ന് വിളിക്കുന്ന ദ റോയൽ ഗാലറി ആയിരുന്നു. യൂറോപ്പിലെ ആദ്യത്തെ കവേർഡ് ഷോപ്പിംഗ് ആർക്കേഡായ ഈ ഗാലറിയെക്കുറിച്ച് ഒരു ചെറിയ ബ്രീഫിംഗ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗൈഡ് തന്നിരുന്നു. (1847) ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് അന്നത്തെ കിങ്ങും 2 ആൺമക്കളും കൂടിയാണത്രേ. മുകളിൽ ഗ്ലാസ് റൂഫാണ്. അതുകൊണ്ട് നല്ലപോലെ സൺലൈറ്റും വെളിച്ചവും എല്ലാം ലഭിക്കും. ഇതിനകത്ത് ഓപ്പറ ഹൗസ്,
സിനിമാ തിയേറ്റർ എല്ലാം ഉണ്ട്. ഗാലറിയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത് ബ്രസൽസിൻ്റെ മറ്റൊരു ലാൻഡ്മാർക്ക് മോണുമെൻ്റായ ഗ്രാൻഡ് പ്ലേസ് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്ക്വയറിലേക്കാണ്. ഗ്രാൻഡ് സ്ക്വയറിലെ മനോഹരമായ ഒരു സാക്സഫോൺ പെർഫോമൻസ് കണ്ടു. ഇനി ലഞ്ചിന് ശേഷം ഗ്രാൻഡ് സ്ക്വയർ ഡീറ്റെയിൽഡ് ആയിട്ട്. ശരിക്കും ഒരു ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ്. എല്ലാവർക്കും കൂടി സെർവ് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആർക്കൊക്കെയാണ് വെജ്, ആർക്കൊക്കെയാണ് നോൺ വെജ് എന്നാണ് അവർ അന്വേഷിക്കുന്നത്. വെയിട്രസിനെ പോലെ തന്നെ ഫുഡ് അടിപൊളി. ചിക്കൻ വിത്ത് വൈറ്റ് സോസ്, മീറ്റ് ബോള്, ഫ്രഞ്ച് ഫ്രൈസ്, സ്പെഷ്യൽ ബ്രെഡ് വിത്ത് ഗാർലിക് മയണൈസ്, ഒരു രക്ഷയുമില്ല. ഇതാണ് ബ്രസൽസിലെ 11th സെഞ്ച്വറി ടു 17th സെഞ്ച്വറി ബിൽറ്റ് ഗ്രാൻഡ് പ്ലേസ് ഓർ ഗ്രാൻഡ് സ്ക്വയർ എന്ന് വിളിക്കുന്ന കോംപ്ലക്സ്. ഇതിൽ ഏകദേശം 150ഓളം ബിൽഡിങ്ങുകളുണ്ട്. ഡീറ്റെയിലിംഗിന് വേണ്ടി ഞങ്ങൾക്കൊരു ബെൽജിയൻ ഗൈഡ് ഉണ്ടായിരുന്നു. We'll go towards the mannequin twist, like you were saying, where I will explain to you this famous statue and where it comes from. And there you also have time to shop around if you want. There's nice shops there. Okay, so first Belgium. It's small country, but Brussels, why it's so relevant and how this city became to be a capital. The name Brussels actually comes from Broek and Celas. And Broek means like a marsh, like a wetland. And Celas means settlements. The regions which were still in those times, more South Dutch it was called the region. Then it became Flanders. Flanders means. ആദ്യകാലത്ത് പണിത വുഡൻ ബിൽഡിങ്ങുകളെല്ലാം നാച്ചുറലായോ അല്ലെങ്കിൽ ഫയർ മൂലമോ ഒക്കെ നശിച്ചു പോയിരുന്നു. പിന്നീട് ഫ്രാൻസുമായിട്ടുള്ള യുദ്ധം 15th 16th സെഞ്ച്വറിയിലെ യുദ്ധം മൂലം ഈ സ്ക്വയർ പാടെ തകർന്നിരുന്നു. മ്യൂസിയമായും ടൗൺ ഹാളായും അതുപോലെ റെസ്റ്റോറൻറ്റുകളായും ഒക്കെയാണ് ആദ്യകാല ഈ ബിൽഡിങ്ങുകൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അന്ന് നമ്മൾ ലഞ്ച് കഴിച്ച റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് യൂണിയൻ ഓഫീസായിരുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് പ്രൈവറ്റ് ഹോംസും ഇതിനിടയിലുണ്ട്.
ഇന്നിവിടം ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് നടക്കാറുണ്ട്. കൂടാതെ സ്പ്രിംഗ് സീസണിൽ ഫ്ലവർ കാർപ്പറ്റ് ഷോ, പിന്നെ ബെൽജിയം ബീർ വീക്കെൻഡ് തുടങ്ങിയവ ഇവിടെ ഈ സ്ക്വയറിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവിറ്റീസാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന് വേണ്ടി കാറൽ മാർക്സ് ഇവിടെ 3 വർഷം താമസിച്ചിരുന്നു, 1848. ഇത് ബ്രസൽസിലെ ഒരു 14th സെഞ്ച്വറി വാർ ഹീറോയുടെ സ്റ്റാച്ചു ആണ്. ഈ പ്രതിമയെ തലോടുന്നത് ഗുഡ് ലക്ക് കൊണ്ടുവരുമെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. കടുത്ത ഡയബറ്റിക് ആയ അവരുടെ അസുഖം ഉടൻ ഭേദമാക്കണേ എന്നായിരിക്കാം അവർ പ്രാർത്ഥിച്ചത്. ഗ്രാൻഡ് സ്ക്വയറിൽ നിന്നും പെൻറ്റഗൺ എന്നറിയപ്പെടുന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഒരു കോർണറിൽ കാണുന്ന വളരെ ക്യൂട്ടായൊരു ചെറിയ പ്രതിമയാണ് ദ ലിറ്റിൽ പിസിംഗ് മാൻ, ഓർ ഡച്ചിൽ മനക്കൻ പൈസ് എന്ന് പറയുന്നത്. ബെൽജിയത്തെ ആക്രമണത്തിൽ നിന്നും മൂത്രമൊഴിച്ച് രക്ഷപ്പെടുത്തി കുഞ്ഞു ബാലൻ എന്നാണ് കഥ. ഇനി എല്ലാവർക്കും കുറച്ച് ബെൽജിയൻ ചോക്ലേറ്റ്സ് വാങ്ങണം. അടുത്ത വിസിറ്റ് അറ്റോമിയം. ബെൽജിയം ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുക്കുന്ന രാജ്യം. യൂറോപ്പിലെ പല കൺട്രികളിലും പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്ന സമയമാണിത്. ബെൽജിയത്തിലും വ്യത്യസ്തമല്ല. പാലസ്തീൻ ഫ്ലാഗ് പിടിച്ച് കുറച്ചു പേർ പോലീസുമായി നെഗോസിയേഷനിലാണ്. ഒരു പ്രകടനത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്ന് തോന്നുന്നു. ബ്രസൽസിലെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അറ്റോമിയം. 1958 ബ്രസൽസിൽ നടന്ന എക്സ്പോ 58 എന്ന് വിളിക്കുന്ന വേൾഡ് ഫെയറിൽ എക്സിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റീലിൽ നിർമ്മിച്ച അയൺ ക്രിസ്റ്റലിൻ്റെ മോഡലാണിത്. ഇതിനകത്ത് റെസ്റ്റോറൻറ്റ്, ഹാൾസ്, പബ്ലിക് സ്പേസസ് എല്ലാം ഉണ്ട്. 102 മീറ്റർ ഉയരമുള്ള ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ബ്രസൽസിൻ്റെ ഒരു പനോറമിക് വ്യൂ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ബ്രസൽസിനോട് വിട. ഇന്ന് ഞങ്ങളുടെ സ്റ്റേ നെതർലൻഡ്സിൻ്റെ ക്യാപിറ്റൽ ആംസ്റ്റർഡാമിലാണ്. ഏകദേശം 200 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് ബസ്സിൽ അല്പം എൻ്റർടൈൻമെൻറ്റ്. തുളുമ്പും സൂര്യകാന്തി പൂക്കളേ, സുറുമയെഴുതിയ മിഴികളേ, തിരശീല ജാലമെറിയുവതെന്തിനോ, ജാലകത്തിരശീല നീട്ടി ജാലമെറിയുവതെന്തിനോ, തേൻ പുരട്ടിയ മുള്ളുകൾ നിൻ കരളിലെ